ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ഇന്നമാ തുൻദിറു, തീർച്ചയായും താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നത് അല്ലെങ്കിൽ നൽകേണ്ടത് മനിത്തബഅ ദിക്റ. മനിത്തബഅ ദിക്റ, മൻ ഒരുത്തനെയാണ്. ഇത്തബഅ എന്ന് പറഞ്ഞാൽ പിൻപറ്റി, അല്ലെ? താബീകളൊക്കെ അതിൽപ്പെട്ടതാണ്. ഇത്തിബാഅത്ത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ഇത്തബഅ ദിക്ർ, ദിക്റിനെ പിൻപറ്റുന്നവരെയാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം. അതില് ഖുർആൻ ഉൾപ്പെടെയുള്ളതിനെ ദിക്ർ എന്ന് പരിചയപ്പെടുത്തും. ഉത്ബോധനത്തെ പിൻപറ്റുന്നവരെയാണ് താങ്കൾ മുന്നറിയിപ്പ് നൽകേണ്ടത്. വഖശിയർ റഹ്മാൻ, ഖശിയ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു. ഖശിയത്തും ഖൗഫും രണ്ടും ഭയം എന്നുള്ളതിന് പറയും. രണ്ടിനും രണ്ടിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. വഖശിയർ റഹ്മാൻ, അള്ളാഹുവിനെ അല്ലെങ്കിൽ കാരുണ്യവാനായ റബ്ബിനെ ഭയപ്പെടുന്നവരെയാണ് താങ്കൾ മുന്നറിയിപ്പ് നൽകേണ്ടത്. ബിൽ ഗൈബി, അദൃശ്യമായ അവസ്ഥയിൽ തന്നെ, അല്ലെങ്കിൽ കാണാതെ അള്ളാഹുവിനെ ഭയപ്പെടും. ഗൈബോട് കൂടിയ, ഗൈബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്ത ഒരു സംഗതിക്കാണ് ഗൈബ് എന്ന് പറയുന്നത്. അപ്പൊ കാണാതെ തന്നെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണാതെ അള്ളാഹുവിന്റെ അദൃശ്യമായ അവസ്ഥയിൽ തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെയാണ് മുന്നറിയിപ്പ് നൽകേണ്ടത്. ഫബശ്ശിർഹും, അത്തരം ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. ബിമഗ്ഫിറത്തിൻ, മഗ്ഫിറത്ത് എന്നാൽ പാപമോചനമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അജ്റിൻ കരീം, അജ്റിൻ കരീം, മാന്യമായ നല്ല പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇന്നാ നഹ്നു, തീർച്ചയായും നാം, ഇന്നാ നഹ്നു നഹ്യി, നാം ജീവിപ്പിക്കുന്നു. നഹ്യിൽ മൗത, മരിച്ചവരെ നാം ജീവിപ്പിക്കും. വനക്തുബു, നാം രേഖപ്പെടുത്തി വെക്കും, എഴുതി വെക്കും. മാ ഖദ്ദമു, അവർ മുൻകൂട്ടി ചെയ്തത്, അവർ ചെയ്ത കർമ്മങ്ങൾ. ആസാറഹും, അതിൻ്റെ കാൽപ്പാടുകൾ സ്വഭാവത്തിലാണ് ആസാർ എന്ന് പറയുന്നത്. ഒരു കർമ്മം ചെയ്താൽ ആ കർമ്മത്തിൽ നിൽക്കാതെ അതിൻ്റെ ഫലം, പ്രതികരണങ്ങൾ സ്വഭാവത്തിൽ പിന്നീടുണ്ടാകുന്ന കർമ്മങ്ങൾക്കാണ് ആസാർ എന്ന് പറയുന്നത്. വകുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും അഹ്സൈന, നാം എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കിയിരിക്കുന്നു. ഹസ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്തുന്നത്. ഫി ഇമാമിൻ മുബീൻ, ഒരു വ്യക്തമായ ഗ്രന്ഥത്തിൽ. ഇമാം എന്നുള്ളതിന് ഗ്രന്ഥം എന്ന അർത്ഥം കൂടിയുണ്ട്. ഫി ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ നാം എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇതാണ് 12ാമത്തെ ആയത്ത് വരെയുള്ള ഏകദേശ വാക്കർത്ഥം. നമ്മൾ അതിൻ്റെ ചെറിയൊരു വിശദീകരണം കൂടി പറഞ്ഞാൽ പിന്നെ നമുക്ക് സമയത്തിനനുസരിച്ച് വിഷയങ്ങൾ മുന്നോട്ട് പോകാം. സൂറത്ത് യാസീനിലെ തുടക്ക ഭാഗം പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയ ഒരു വിഭാഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, മക്കക്കാരായ നിഷേധികളായ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിഷയങ്ങൾ. അതിൽ ആദ്യ ഭാഗത്ത് പ്രവാചകന്റെ പ്രവാചകത്വത്തെ സാക്ഷ്യപ്പെടുത്തുകയും അതിനെ സിറാത്തുൽ മുസ്തഖീമിലാണ് എന്നും, ഇന്നക മിനൽ മുർസലീനാണ്, താങ്കൾ സത്യപ്രവാചകനാണ്, നേരായ മാർഗത്തിലാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം സത്യനിഷേധികളായ ആളുകൾ ഈ അവസ്ഥയിലൊക്കെ എത്ര തന്നെ ആണയിട്ട് സത്യം ചെയ്ത് ഒക്കെ തന്നെ പറഞ്ഞിട്ടും അതിനെ നിഷേധിക്കുകയോ എതിർക്കുകയോ അതിനെ പരിഹസിക്കുകയോ ഒക്കെ ചെയ്ത വിഭാഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഓതിയിലെ ഭൂരിപക്ഷം ഭാഗം. പക്ഷേ അതിൻ്റെ അവസാന ആയത്ത് തികച്ചും സന്തോഷകരമായ മറ്റൊരു വിഭാഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന, അള്ളാഹുവിനെ അദൃശ്യമായ അവസ്ഥയിൽ തന്നെ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ ഫലം, സൽഫലങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ കുറിച്ചാണ് അവസാനത്തിലേക്ക് പറഞ്ഞു വരുന്നത്. ഇന്നാ ജഅൽനാ ഫി അനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ എന്ന ആയത്ത് സത്യനിഷേധികളായ ആളുകൾ,
ആളുകളുടെ നമുക്കൊരു പക്ഷേ പിന്നെ ഭൗതികമായ സാധനത്തെ കാണാൻ കഴിഞ്ഞോളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ഒരു തരം ഇരുമ്പ് വളയങ്ങളോ ചങ്ങലകളോ കുടുക്കിയിട്ട് അതിലെ ഉല്ല് എന്ന പദത്തിന് രണ്ട് സ്വഭാവത്തിലുള്ളതിനെയും പറയുന്നതാണ് ഭാഷയില് അതിന് അല്ലെങ്കിൽ മുഫസ്സിറുകൾ തന്നെ തഫ്സീറുകളിൽ പറയുന്നത്. കഴുത്തില് ഹയനാക്കുകളില് വളയമിടാൻ വേണ്ടി കഴുത്തിൽ ചുറ്റുന്ന അവസ്ഥക്ക് പുല്ല് എന്ന് പറയും. അതേപോലെ തന്നെ കഴുത്തിലെ വളയം ചങ്ങലിട്ടതിനെ കൈ കൂടി അതിനൊക്കെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി കൈയും കഴുത്തും കൂടി കൂട്ടിക്കെട്ടുന്ന അവസ്ഥക്കും പറയും. പക്ഷെ ഇവിടെ നന്ന ചുരുങ്ങിയത് കഴുത്തിലെങ്കിലും അത് കഴുത്തിൽ ചങ്ങലിടുന്നതോ അല്ലെങ്കിൽ കയറിടുന്നതോ ഒക്കെ ആയ പിന്നെ മസീദ് എന്ന് സൂറത്തുൽ മസദിലെ പിന്നെ അബൂലഹബിന്റെ ഭാര്യ ഉമ്മുജമീലിനെ കുറിച്ച് പറയുന്നിടത്ത് വേറെ സ്വഭാവത്തിലാണ് പറഞ്ഞുള്ളത്. ഇതൊക്കെ പിന്നെ ഒരു ശിക്ഷയുടെ ഒരു ഭാഗമായാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ ഭൗതിക ലോകത്ത് മക്കക്കാരായ ആളുകൾക്ക് നേരിട്ടത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ പാരത്രിക ലോകത്ത് ഇതിന്റെ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിൽ അതായിരിക്കാം. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ഒരവസ്ഥ ഈ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥയെ കുറിച്ച് ചിത്രീകരിക്കാനായിരിക്കാം. അതാവട്ടെ ഈ ചിത്രീകരണത്തിൽ നിന്ന് തന്നെ ഭാഷാപരമായ ഒരു വർണ്ണനയിൽ നിന്ന് തന്നെ അതിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം കഴുത്തിൽ അതിട്ട കാരണത്താൽ അത് താടി എല്ലുകൾ വരെ നിൽക്കുകയും മുക്മാഹൂൻ എന്ന പദം പരിശുദ്ധ ഖുർആനിൽ വളരെ ചുരുങ്ങിയ പദങ്ങളിൽ വന്നൊരു ഒരു പദത്തിൽപ്പെട്ടതാണ്. കംഹ് എന്ന് പറഞ്ഞാല് സാധാരണ പിന്നെ ഈ ഒരു അവസ്ഥക്കാണ് പറയാവുന്നതാണ്. തല ഉയർത്തി പിടിക്കുന്നതോടൊപ്പം കണ്ണ് താഴ്ത്തി പിടിക്കുകയും ചെയ്യുന്ന, അത് ഒരിക്കലും ഒരു സ്ഥാനത്തിന്റെയോ ഉന്നമനത്തിന്റെയോ ഉയർച്ചയുടെയോ ഒന്നും മാനദണ്ഡമല്ല, മറിച്ച് ഒരു ശിക്ഷയുടെ ഒരവസ്ഥയാണ് എന്ന് കാണിക്കുന്ന ഒരു ഭാഷാ പ്രയോഗം കൂടിയാണ് മുഖ്മഹൂൻ എന്നതില് ഉള്ളത്. തൊട്ടടുത്ത ആയത്ത് എന്ന ആയത്ത് ഒരുപക്ഷെ നമുക്ക് പിന്നെ ചരിത്രത്തിലൊരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകാൻ വേണ്ടി സ്വന്തം കടപ്പ് സ്ഥാനത്ത് നിന്ന് എണീറ്റ് അലി റളിയല്ലാഹു അൻഹുവിനെ വിരിപ്പിൽ കടത്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന വേളയില് ഈ ആയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപക്ഷെ ഹിജ്റയിൽ ബന്ധപ്പെട്ട ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ എന്ന ആയത്ത് ഓതി ഒരു പിടി മണല് വാരി എറിഞ്ഞിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നത്. അപ്പൊ ഈ ശബ്ദ് നമ്മളിപ്പോ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ള ഈ പിന്നെ മതിൽ കെട്ട് യഥാർത്ഥത്തിൽ അവരുടെ മുമ്പിലുള്ളതല്ല. പക്ഷെ ഒരു സാങ്കല്പികമായോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരവസ്ഥക്ക് ഈ മതിൽക്കെട്ട് അവർക്ക് ഉണ്ടായതുകൊണ്ടെന്ന് വെച്ചാൽ ഭൗതികമായി അവർക്ക് ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ കാണേണ്ടത് യഥാർത്ഥത്തിൽ കാണാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടിയിലൂടെ വാളൂരി പിടിച്ച് എല്ലാ ഗോത്രത്തിലെയും പ്രതിനിധികൾ ഒന്നിച്ച് വീട് വളഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ അടിയിൽ കൂടെ ഇറങ്ങിപ്പോയപ്പോഴും അവർക്കത് കാണാൻ കഴിയാതിരുന്നതും അവരൊന്നും കാണുന്നില്ല എന്നൊരവസ്ഥ അതുണ്ടാക്കിയത്. ഈ ആയത്തിലെ എന്ന ആയത്തിലെ പദപ്രയോഗത്തില് ചില സൂക്ഷ്മമായ ഭാഷാ പ്രയോഗങ്ങളുണ്ട് എന്ന് മുഫസ്സിറുകൾ പറയുന്നത് നമുക്കാണ്. അതിലൊന്ന് ബൈന ഐദീഹിം എന്ന് പറഞ്ഞാൽ തന്നെ മുൻഭാഗത്ത് നിന്നാണ്. ബൈന ഐദീഹിം എന്ന് പറഞ്ഞാൽ മുൻഭാഗത്ത് നിന്നാണ്. പക്ഷെ ഇവിടെ മിൻ ബൈന ഐദീഹിം എന്ന് പറയുന്നത് വെറും മുൻഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ എന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ആ പിന്നെ ചുമര് തീരുന്നത് വരെ എന്റെ മുൻഭാഗമാണ് അല്ലേ? അതേപോലെ തന്നെ ഒമിൻ ഖൽഫിഹിം എന്ന് പറഞ്ഞാൽ പിൻഭാഗം, ഖൽഫ് എന്ന് പറഞ്ഞാലും എത്രയാണോ പിൻഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന അതൊക്കെ. അപ്പൊ ഫോക്കസ് പിന്നെ ആകാശത്തിന് മുകളിൽ എന്നല്ലെങ്കിൽ അവർ മുകളിൽ ആകാശത്തിൽ നിന്ന് ആകാശം എത്രത്തോളം അകലത്തിലാണോ അതുവരെ ഉള്ള അകൽച്ചക്ക് അതിന് വരും. അപ്പൊ ഈ ദിക്കുകൾ പറയുന്നിടത്ത് അവിടെയാണ് പരിശുദ്ധ ഖുർആൻ ഒരു പക്ഷേ ഭാഷാപരമായി എന്താണോ എത്ര കൃത്യമായി അതിന് അർത്ഥം പറയാൻ കഴിയും എന്നുള്ളത്
ചിലപ്പോൾ ഭാഷയുടെയും പരിഭാഷയുടെയും പരിമിതിയാണെങ്കിലും മിൻ ബൈനി ഐദിഹിം എന്നുള്ള മിൻ എന്ന് ചേർത്തത് അവരുടെ തൊട്ട് മുന്നിൽ തന്നെ അങ്ങനെ ഒരു മതിൽക്കെട്ടുണ്ട് എന്ന് പറയാണ്. ആ മതിൽക്കെട്ടിനും അവരുടെ മുന്നിൽ എന്ന് പറയുന്ന ഭാഗത്തിനുമിടക്ക് ഒരു വലിയ ഗ്യാപ്പ് അല്ലെങ്കിൽ അകൽച്ച ഇല്ല എന്ന് കാണിക്കാനാണ് മിൻ ബൈനി ഐദിഹിം എന്നും മിൻ ഖൽഫിഹിം എന്നും പറയുന്നത്. അപ്പൊ അവരെ നിൽക്കുന്ന അവസ്ഥ സാങ്കല്പികമായി അല്ലെങ്കിൽ ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കിയാൽ തൊട്ട് മുന്നിൽ ഒരു മതിൽക്കെട്ട്, തൊട്ട് പിറകിലും ഒരു മതിൽക്കെട്ട്, അതിന്റെ പുറമെ ഒരു കവചം, അതും കൂടി ആയാൽ എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുക. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ദേശം. ഖുർആനികമായ മുന്നറിയിപ്പുകൾ ഉൾക്കൊള്ളാത്ത വിഭാഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വിഭാഗം എന്നുള്ളത്. ചിലപ്പോൾ പക്ഷെ അവർക്ക് മറ്റുള്ള എല്ലാ കാഴ്ചകളും ഇതിനേക്കാൾ കൂടുതലുണ്ടാകാം. പക്ഷേ സത്യം, സന്മാർഗം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഈ മതിൽക്കെട്ടുകളാണ് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ആയത്തിൽ അത് ഒന്നുകൂടി അതിന്റെ ആശയം വ്യക്തമാക്കുന്ന സ്വഭാവത്തിൽ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സവാഉൻ അലൈഹിം അവർക്ക് തുല്യമാണ്. അഅൻദർതഹും അം ലം തുൻദിർഹും നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും അങ്ങനെ നൽകാതിരുന്നാലും അവർക്കത് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ പക്ഷേ ഈ ഖദരിയാക്കളുടെയോ ജബരിയാക്കളുടെയോ വാദം അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ് വിധിച്ചതെങ്കിൽ പിന്നെ എന്താണ് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്? എന്തിനാണ് അതിലേക്ക് ഒരു പ്രവാചകന്റെ നിയോഗം ഉണ്ടാകുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ പക്ഷെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായേക്കാം. പക്ഷെ ഈ പരിശുദ്ധ ഖുർആൻ ആ ഒരു വിഭാഗത്തിലേക്കോ ഒരു നിഷേധത്തിലേക്ക് ആളുകളിലേക്കോ മാത്രമല്ല അവരുടെ അവസ്ഥ പോലും ഇത്രയും സ്വഭാവത്തിൽ മനുഷ്യർക്ക് ഗുണപാഠമാകാവുന്ന രീതിയിൽ വിശദീകരിക്കുന്നത് അവരെ ഏതെങ്കിലും സ്വഭാവത്തിൽ നിഷേധികളാക്കി മാറ്റുക എന്നുള്ളതല്ല, മറ്റു വിഭാഗത്തെ സന്മാർഗത്തിലേക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്കും അള്ളാഹുവിന്റെ സന്ദേശത്തിലേക്കും പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നുള്ളത് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് സവാഉൻ അലൈഹിം എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചത്. അല്ലെങ്കിൽ സവാഉൻ അലൈക എന്ന് പറഞ്ഞാൽ പ്രവാചകന് താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും നൽകാതിരുന്നാലും സമമാണ് എന്ന് പറഞ്ഞാൽ ഇതേ അർത്ഥം നമുക്കൊരു പക്ഷേ ലഭിക്കും. പക്ഷെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത് സമമല്ല എന്നല്ല. പിന്നീട് ഖുർആൻ കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ, ഇതിന്റെ സന്മാർഗം ഉൾക്കൊള്ളണം എന്ന നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി വായിക്കുന്ന, ഉൾക്കൊള്ളുന്ന, മനസ്സിലാക്കുന്ന ഒരാൾക്കും അവർക്കെന്തല്ല, അത് രണ്ടും സമമല്ല, തുല്യമല്ല. മറിച്ച് സത്യനിഷേധികളായി നിഷേധത്തിൽ അടിയുറച്ചു നിൽക്കുകയും ആ നിഷേധത്തിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്ന ആളുകൾക്കാണ് സവാഉൻ അലൈഹിം, അവർക്കാണ് അത് സമമാകുന്നത്, തുല്യമാകുന്നത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതും ഒരു പക്ഷേ അവർക്ക് നൽകിയ മുന്നറിയിപ്പ് പോലും അവർക്കല്ല മറ്റൊരു വിഭാഗത്തിന് അത് ഫലം ചെയ്യാനും അതിലൂടെ മറ്റൊരു വിഭാഗം വിശ്വസിക്കാനും അങ്ങനെ പല സംഭവങ്ങളും ചില സംഭവങ്ങൾ ഉദ്ധരിക്കുന്ന ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ഹദീസിൽ പറഞ്ഞല്ലോ, റബ്ബ സാമിയൻ ഔ റബ്ബ മുബല്ലിഗൻ ഔ ആമിൻ സാമിയൻ. നേരിട്ട് കേട്ട ആളുകളെക്കാൾ മറ്റൊരാൾ എത്തിച്ചു കൊടുത്ത സന്ദേശം കേൾക്കുന്ന ആള് എത്ര ആളുകളാണ് അതിനേക്കാൾ ഉൾക്കൊള്ളുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞത്, എന്നിൽ നിന്ന് നിങ്ങൾ ആയത്തുകളെങ്കിലും ഒരായത്തെങ്കിലും എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചതും അതിന്റെ ഭാഗമായി. അപ്പോ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും നീ അവർക്ക് മുന്നറിയിപ്പ് നൽകിയാലും നൽകാതിരുന്നാലും അവർക്ക് സമമാണ്. പക്ഷേ മറ്റുള്ള ആളുകൾക്ക് അത് സമമല്ല. വഹും എന്താണ് അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ, അവരൊരിക്കലും വിശ്വസിക്കുകയില്ല. പക്ഷെ എന്നാൽ മുന്നറിയിപ്പ് ഫലം ചെയ്യുന്ന ആ വിഷയത്തോട് അല്ലെങ്കിൽ സന്ദേശത്തോട് ഏതൊരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു. അങ്ങനെ ഇനി എന്താണ് അങ്ങനെ വിധിച്ചതാണ് എന്നുള്ളവർക്ക് അതിലേക്ക് പോകേണ്ടതില്ല, മറിച്ച് ഈ അവസ്ഥയിലേക്ക് അവർക്ക് തിരിച്ചു വരാം. അങ്ങനെ അവസ്ഥ വരുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് ഫലം ചെയ്യും.